ഹായ് മക്കളെ, നമ്മുടെ പോർഷൻസ് ഒക്കെ ഏകദേശം ഇങ്ങനെ അവസാനിച്ചല്ലേ. അപ്പോൾ ആൾറെഡി ഇപ്പോൾ നിങ്ങൾ ഫിസിക്കൽ കെമിസ്ട്രിയിൽ അതുപോലെ തന്നെ ഇനോർഗാനിക് കെമിസ്ട്രിയിലും ഏതൊക്കെ ഏരിയകളാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊരു ഐഡിയ ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. ആൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി നമ്മൾ നോക്കേണ്ടത് ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ ഏതൊക്കെ ഏരിയകളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, എവിടെ നിന്നൊക്കെയാണ് നിങ്ങളൊരു നീറ്റ് അല്ലെങ്കിൽ JEE ആസ്പിരൻ്റ് ആണെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് കൂടുതൽ ചോദ്യങ്ങൾ വരിക എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഓർഗാനിക് കെമിസ്ട്രി ആക്ച്വലി +1 +2 ഏകദേശം 7 ചാപ്റ്ററുകളാണ് ഓർഗാനിക് കെമിസ്ട്രിയിലുള്ളത്. 7 എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒന്ന് ഞെട്ടാൻ സാധ്യതയുണ്ട്. കാരണം 6 എണ്ണമായിരിക്കും നിങ്ങളുടെ അറിവിലുണ്ടാവുക. +1 2 ചാപ്റ്റേഴ്സ്, +2 അമീൻസ് അടക്കം 4 ചാപ്റ്റേഴ്സ്. പക്ഷേ ബയോമോളിക്യൂൾ കൂടി ആക്ച്വലി ഓർഗാനിക് ആണ്. അപ്പോൾ അതുകൂടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ടോട്ടൽ 7 ചാപ്റ്റേഴ്സ് ഓർഗാനിക് ഉണ്ട്. അപ്പോൾ നമ്മൾ +1 ചാപ്റ്ററിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഏരിയകൾ ഞാനൊന്ന് പറയാം. +1 ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ നോമൺ ക്ലേച്ചർ എന്നൊരു ചോദ്യം നിർബന്ധമായിട്ടും ചോദിക്കും. ഐസോമർസ് എന്നൊരു ചോദ്യം ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റുകളിൽ നിന്നാണ് ഇൻഡക്റ്റീവ്, റെസൊണൻസ്, ഇലക്ട്രോമെട്രിക് എഫക്റ്റ്, അതുപോലെ തന്നെ ഹൈപ്പർ കോൺജുഗേഷൻ. ഇത് വെച്ചുകൊണ്ട് നമ്മൾ സ്റ്റെബിലിറ്റി ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ, കാർബോകേറ്റോണുകളുടെ, അതുപോലെ കാർബാനിയോണുകളുടെ, ആൽക്കീനുകളുടെ. അപ്പോൾ ആ ഒരു സ്റ്റെബിലിറ്റി വെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും ഏരിയകളാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നോർമലി നമ്മുടെ പ്യൂരിഫിക്കേഷൻ, ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് വളരെ എന്താ പറയുക ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. തീരെ ചോദിക്കില്ല എന്നല്ല പറയുന്നത്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയകൾ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് കമ്പാരിറ്റീവ്ലി കുറവാണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന അടുത്ത ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അത് ഹൈഡ്രോ കാർബൺസ് മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള എല്ലാ ചാപ്റ്ററുകളിലും നെയിം റിയാക്ഷൻസ് എല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നെയിം റിയാക്ഷൻസ് നിർബന്ധമായി നിങ്ങൾ പഠിച്ചു വെക്കണം. അതിൽ നിന്ന് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഹൈഡ്രോ കാർബൺസിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കറിയാലോ, വൂഡ്സ് റിയാക്ഷൻ വരുന്നുണ്ട് അതിൽ, അതുപോലെ തന്നെ ഹൈഡ്രോജിനേഷൻസ് വരുന്നുണ്ട്. ഇത് നമ്മുടെ ഐസോമറൈസേഷൻ, അരോമറ്റൈസേഷൻ, ഓസോണോളിസിസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റിയാക്ഷൻസ് അതിൽ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ റിയാക്ഷൻ എല്ലാം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേ ചാപ്റ്ററിൽ തന്നെ ഹൈഡ്രോ കാർബൺസിൽ തന്നെ നമുക്ക് മാർക്കോണിക്കോഫ് റൂൾ വെച്ചുള്ള അഡീഷൻസ് വരുന്നുണ്ട് ആൽക്കീനിലേക്ക്. അപ്പോൾ മാർക്കോണിക്കോഫ് റൂൾ വെച്ചിട്ടുള്ള അഡീഷൻസ്, അത് വെച്ചുള്ള ചോദ്യങ്ങളും നിർബന്ധമായി നിങ്ങൾ പഠിച്ചു വെക്കണം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ നമ്മൾ ഹൈഡ്രോ കാർബൺസിലെ ബെൻസീൻ നടത്തുന്ന ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗം. അപ്പോൾ ഹൈഡ്രോ കാർബൺസിൽ ഏകദേശം ഇത്രയാണ്. അപ്പോൾ പ്രത്യേകം ഞാൻ വീണ്ടും എടുത്തു വരുന്ന ഓരോ ചാപ്റ്ററിലും ഞാൻ ഇനി നെയിം റിയാക്ഷൻസ് പ്രത്യേകം എടുത്ത് പറയില്ല. എല്ലാ ചാപ്റ്ററിലും നെയിം റിയാക്ഷൻസ് നിർബന്ധമായി നിങ്ങൾ പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി ഹാലോ ആൽക്കെൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന് പറയുന്ന +2 ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഇത് SN1 SN2 ഇതിൽ ഏതിൽ നിന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഓക്കെ, അതുപോലെ തന്നെ ആ ചാപ്റ്ററിൽ ഒരു പ്രധാനപ്പെട്ട നെയിം റിയാക്ഷൻ കൂടി വരുന്നുണ്ട്, ഡൗസ് പ്രോസസ്. മറന്നു പോകണ്ട എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് ആൽക്കഹോൾ, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ് ആണ്. അവിടെയും നെയിം റിയാക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് നെയിം റിയാക്ഷൻസ് ആൽക്കഹോൾ, ഫിനോൾസ് ആൻഡ് ഈതേഴ്സിൽ വരുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ് നമ്മുടെ റൈമർ-ടിയമൻ റിയാക്ഷൻ, അതുപോലെ തന്നെ കോൾബ് റിയാക്ഷൻ, അങ്ങനെ ഒരുപാട് നെയിം റിയാക്ഷൻസ് അതിൽ വരുന്നുണ്ട്. ആ റിയാക്ഷൻസ് എല്ലാം നിങ്ങൾ നിർബന്ധമായും പഠിക്കണം. മറ്റൊരു കാര്യം കൂടി, നീറ്റിനും JEEക്കും ഓർഗാനിക്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകളിൽ ഒന്നുകൂടിയാണ് ആൽക്കഹോൾ, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അതിലൊരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ നെയിം റിയാക്ഷൻസിന് പുറമേ അതിൽ ആൽക്കഹോൾസിൻ്റെയും ഫിനോൾസിൻ്റെയും ഒക്കെ ആസിഡിക് സ്ട്രെങ്ത്തിൻ്റെ കമ്പാരിസൺ ഉണ്ട്. അതിൽ നിന്നൊരു ചോദ്യം എന്തായാലും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഏരിയ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അത് നിർബന്ധമായി നെയിം റിയാക്ഷൻസിനൊപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. പിന്നെ നമ്മുടെ ഓർഗാനിക്കിലെ ഏറ്റവും വലിയ ചാപ്റ്ററാണ് ആൾഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. ആൽക്കഹോളും ആൾഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡും എപ്പോഴും ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കുന്ന 2 ചാപ്റ്റേഴ്സാണ്. ആൾഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡിലാണ് ഏറ്റവും കൂടുതൽ നെയിം റിയാക്ഷൻസ് ഉള്ളത്. അവിടെ സ്റ്റീഫൻ റിയാക്ഷൻ വരുന്നുണ്ട്, റോസൻമണ്ട് റിഡക്ഷൻ വരുന്നുണ്ട്, എറ്റാഡ് റിയാക്ഷൻ വരുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ആൾഡോൾ കണ്ടൻസേഷൻ വരുന്നുണ്ട്, കാനിസാരോ റിയാക്ഷൻ വരുന്നുണ്ട്, HBCD റിയാക്ഷൻ വരുന്നുണ്ട്. അങ്ങനെ അനവധി നെയിം റിയാക്ഷൻസ് വരുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് ആൾഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ പഠിക്കണം. അതിൽ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ആൾഡോൾ കണ്ടൻസേഷനും കാനിസാരോയാണ്. ഈ രണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കണം. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ 2 ഭാഗം എന്ന് പറയുന്നത്. അതിൽ കാർബോക്സിലിക് ആസിഡുകളുടെ ആസിഡ് സ്ട്രെങ്ത് കമ്പയർ ചെയ്യാനുള്ള ഒരു ചോദ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു ഏരിയ കൂടി നിങ്ങൾ എന്തായാലും ഫോക്കസ് ചെയ്യണേ. ഓക്കെ, അടുത്ത ചാപ്റ്റർ നമുക്കറിയാം അമീൻസ് ആണ് അല്ലേ. ഒരു കുഞ്ഞ ചാപ്റ്ററാണ്, കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ്. അവിടെയും നെയിം റിയാക്ഷൻസ് ഒരുപാട് വരുന്നുണ്ട്. കാർബിലമീൻ റിയാക്ഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹിൻസ്ബർഗ് ടെസ്റ്റ് വരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ പഠിക്കണം. അതിനൊപ്പം അമീൻസിൻ്റെ ബേസിക് സ്ട്രെങ്ത് കമ്പാരിസൻ്റെ ചോദ്യം, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ
ഇൻ അമീൻസ്. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അത് നമുക്കറിയാം, പ്രൈമറി അമീൻസ്, സെക്കൻഡറി അമീൻസ്, ടെർട്ടറി അമീൻസ് ഗേഷ്യസ് സ്റ്റേറ്റിലും അക്വസ് സൊല്യൂഷനിലും മാറി മാറി ചോദിക്കാം. അപ്പോൾ രണ്ടും നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഇനിയാണ് നിങ്ങൾ ഓർഗാനിക് ആണോ എന്ന് ഇത്രയും കാലം ഡൗട്ട് അടിച്ചൊരു ചാപ്റ്റർ ആയിരുന്നു ബയോമോളിക്യൂൾ. അതും ഓർഗാനിക് ആണെന്ന് ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ. അതിൽ നിന്ന് ഏതൊക്കെ ഏരിയ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്ന്, എല്ലാ ഡൈസാക്രൈഡുകളുടെയും എല്ലാ പോളിസാക്രൈഡുകളെയും മോണോസാക്രൈഡ് യൂണിറ്റുകൾ ആരൊക്കെയാണെന്ന് നമുക്കറിയണം. അതുപോലെ തന്നെ എല്ലാ ഡൈസാക്രൈഡുകളെയും പോളിസാക്രൈഡുകളെയും ലിങ്കേജ്, മോണോസാക്രൈഡുകൾ ഏതൊക്കെ കാർബണുകൾ തമ്മിലാണ് ബോണ്ട് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയണം. അതുപോലെ തന്നെയാണ് നമ്മുടെ അമിനോ ആസിഡ്സിലേക്ക് നമ്മൾ വരുമ്പോൾ, പ്രോട്ടീൻസും അമിനോ ആസിഡ്സിലേക്കും വരുമ്പോൾ എസെൻഷ്യൽ അമിനോ ആസിഡുകൾ 10 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്. അത് അവരാരൊക്കെയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കാനുള്ള കോഡൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ സ്ട്രക്ചേഴ്സ്, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ക്വാട്ടർണറി സ്ട്രക്ചർ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നതിൽ നമുക്കറിയാം ബയോളജി റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ ന്യൂക്ലിക് ആസിഡ്സ്, ഇത്രയും ഏരിയ നിങ്ങൾ ബയോമോളിക്യൂൾ എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓർഗാനിക്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഭാഗങ്ങൾ. അപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ കെമിസ്ട്രിയിലെ എല്ലാ ഏരിയകളും നമ്മൾ ഏതൊക്കെ ഏരിയകളാണ്, ഏതൊക്കെ ചാപ്റ്ററുകളാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ട്. ഈവൻ ടോപ്പിക് വൈസ് ആയി പോലും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നമുക്ക് നിങ്ങളുടെ സ്വപ്നം എന്താണോ ആ സ്വപ്നം 2026 നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഞങ്ങളൊക്കെ നിങ്ങൾക്കൊപ്പം ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്.